പുതിയൊരു വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ട്രിവാൻഡ്രം വരെ പോവാണ്. ഇതിനു മുന്നേ നമ്മൾ എപ്പോഴും കാറിനാണ് കേട്ടോ എല്ലാവരുമായിട്ട് പൊക്കോണ്ടിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല, ഇപ്പോഴാണ് പോകുന്നത്. പപ്പയ്ക്ക് സർജറി ചെയ്തിട്ട് അഡ്മിറ്റാണ് കേട്ടോ ഗോകുൽ ഹോസ്പിറ്റലിൽ. ഒരാഴ്ചയോളായി. ഞാൻ ഇന്ന് പോവുകയാണ് കേട്ടോ. അവിടെ ആർക്കും അറിയില്ല, അപ്പൂന് മാത്രമേ അറിയുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യം. വേറെ ആർക്കും അറിയത്തില്ല. പപ്പയും അമ്മയോട് ഞാൻ പറഞ്ഞേക്കുന്നത് ക്ലാസ്സിന് പോവുകയെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങോട്ടാണ് കേട്ടോ ചെല്ലുന്നത്. എനിക്കറിയത്തില്ല, ഒറ്റയ്ക്കാണ് ഞാൻ KSRTCക്ക് കയറി പോകാമെന്ന് ഓർത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഇനിയിപ്പം അപ്പൂസ് ചേട്ടനാണ് എന്നെ സ്റ്റോപ്പിലോട്ട് വിടാനായിട്ട് പോകുന്നത്. ചിങ്ങവനത്തിൽ നിന്ന് കയറി പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കവിടെ ബസ് കയറിയിട്ട് വ്ളോഗ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇവിടെ നിന്നിട്ട് 2 ബസ് പോയി കേട്ടോ. ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ചിങ്ങവനത്ത്. ഇതാണ് കേട്ടോ ചിങ്ങവനം. ഞാൻ നോക്കി നിൽക്കുവാണ്, ബസ് ഇതുവരെ വന്നില്ല. അങ്ങനെ എനിക്ക് KSRTC ബസ് കിട്ടി കേട്ടോ. 8:15 ആയപ്പോഴാണ് കിട്ടിയത്. എപ്പോൾ പപ്പായുടെ അടുത്ത് എത്തുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒറ്റയ്ക്ക് പോകുന്നത്. ക്ലാസ്സിനൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോട്ടയം ചങ്ങനാശ്ശേരി വരെയൊക്കെയല്ലേ പോയിട്ടുള്ളൂ ഒറ്റയ്ക്ക്. അല്ലാതെ ഇങ്ങനെ ട്രിവാൻഡ്രം വരെ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല, എങ്ങും പോയിട്ടില്ല. കൂടെ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ നേരത്തെ തിരുവനന്തപുരത്തിൽ എല്ലാവരും പോകുമ്പോൾ കാറിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ വിളിച്ച് ചോദിക്കാനും പറ്റത്തില്ല, എങ്ങനെ എപ്പോൾ എത്തണം, എങ്ങനെ കയറി വരണമെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. അവർക്കാർക്കും അറിയില്ല ഞാൻ വരുന്ന കാര്യം. പപ്പയ്ക്ക് സർജറിക്ക് മുന്നേ ചേച്ചി അമ്മയും കൂടി KSRTCക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവർക്ക് സമയം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരോട് വിളിച്ച് ചോദിച്ചാലും അവർ വിചാരിക്കില്ലേ ഞാൻ ഒറ്റയ്ക്ക് വരുവാന്ന്. അതുകൊണ്ട് പറയാതെ സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ പോകുന്നത്. ഇപ്പം പകുതി സ്ഥലമായെന്ന് തോന്നുന്നു കേട്ടോ. ചെങ്ങന്നൂരൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ സ്റ്റാൻഡിലെത്തുമ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എവിടെ എത്തുന്നത്. രാവിലെ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം വേണ്ട അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. ഇതേതാ സ്ഥലമെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല വെയിലടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ്. ഈ സ്ഥലം അടൂരാണ് കേട്ടോ. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അടൂർന്നാണ് കാണിച്ചത്. പിന്നെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അടൂർന്ന്. പിന്നെ കണ്ടക്ടറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥലം എത്തുമ്പോൾ പറയണമെന്ന്. അങ്ങനെ എനിക്ക് ഓട്ടോ കിട്ടി കേട്ടോ. ഞാൻ സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓട്ടോക്കാരൻ എൻ്റെ ഫ്രണ്ട് വന്ന് നിന്നു. എങ്ങോട്ടാണ് പോകേണ്ട കൊച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഗൂഗിൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കയറിക്കോളാൻ പറഞ്ഞ് 50 രൂപയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും 50 രൂപയാണ്. എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഫുഡ് മേടിക്കണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ രാവിലെ ഒന്നും കഴിക്കാതാണ് കേട്ടോ ഇറങ്ങിയത്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഓട്ടോക്കാരൻ നിർത്തിയത്. അതുകൊണ്ട് ഞാൻ ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അമ്മയ്ക്കും പപ്പയ്ക്കും അറിയില്ലല്ലോ ഞാൻ വരുന്ന കാര്യം, അതുകൊണ്ട് ഞാൻ ഫുഡ് മേടിച്ചതാണ് ഗായ്സ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി മേടിച്ചു. ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. എൻട്രൻസ് എത്തി കേട്ടോ. പിന്നെ പപ്പയ്ക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പപ്പയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാനും അമ്മയും ഇറങ്ങുമായിരിക്കും. അമ്മയുണ്ട് കേട്ടോ എൻ്റെ കൂടെ. തിരിച്ച് പോകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്. പിന്നെ ഫുഡ് എനിക്ക് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. ഞാൻ വന്ന് ഇറങ്ങിയത് 12 മണിക്കാണ് കേട്ടോ. ഉച്ച ഏകദേശമായി. ഇനിയിപ്പോൾ അമ്മ മേടിച്ചോന്ന് അറിയില്ല. ഞാൻ ലിഫ്റ്റ് കയറി കേട്ടോ. ഇനിയിപ്പം -2 ഇറങ്ങേണ്ടത്. അപ്പോൾ ഞാൻ പപ്പനെ കാണാനായിട്ട് അകത്തോട്ട് പോവുകയാണ്. അമ്മേനെ കണ്ടു കേട്ടോ. അമ്മയാണെങ്കിൽ അവിടെ ഉണ്ട്. എൻട്രൻസ് വെച്ച് കണ്ടു. ടാബ്ലറ്റും ഫുഡൊക്കെ മേടിക്കാനായിട്ട് അമ്മ പോയേക്കുവാ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പപ്പനെ കാണാൻ പോകും. പപ്പ അറിഞ്ഞിട്ടില്ല. നമുക്ക് പപ്പയുടെ റിയാക്ഷൻ കാണാം. ഇവിടെ നിന്നാണ് കേട്ടോ റൂം സ്റ്റാർട്ടാവുന്നത്. നമുക്ക് നോക്കാവേ. ഇവിടെ എവിടെയാണെന്ന് അറിയില്ല. 2002 എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം കേട്ടോ. ഇതൊക്കെ 2008, 6, ഇത് 7. ഇവിടെ എവിടെയോ ഇതാന്ന് തോന്നുന്നു. നോക്കട്ടെ. ഞാൻ ബസ്സിൽ തന്നെ വന്നു. ഞാൻ തന്നെ വന്ന്
ഞാൻ മദറിനെ കണ്ടു. മദർ അവിടെ ചിരിച്ചു തുള്ളി പോയിട്ടുണ്ട്. എൻട്രൻസ് ഞാൻ ചോദിച്ചിട്ട് തന്നെ ഇങ്ങോ വരുമായിരുന്നു. പപ്പ ഡിസ്ചാർജ് ആകുന്നതുകൊണ്ട് അത് ഊരി എടുക്കുവാണ് കേട്ടോ സൂചിയൊക്കെ. ഗായ്സ്, അപ്പോൾ ഇതേ ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് റൂം ഒന്ന് കണ്ടാലോ, പപ്പാനെ കാണിക്കാം. ഇതാണ് റൂം കേട്ടോ. ഇത് ഈ റൂമിലാണ്. കയറി ചെല്ലുമ്പോൾ ഇതേണ്ട നമുക്കിവിടെ വാഷ്റൂമുണ്ട്. പിന്നെ വേണ്ട ഇതാണ് റൂം. പപ്പ ഇന്ന് ഡിസ്ചാർജായി, നമ്മളിപ്പോൾ വീട്ടിൽ പോവുകയാണ്. പിന്നെ ഇതാ നമുക്ക് കൂടെ നിൽക്കുന്ന ആൾക്ക് കിടക്കാനുള്ള ഒരു സൗകര്യം, ഈ ഒരു ബെഡ്. പിന്നെ ഇത് പപ്പയുടെ ബെഡാണ് കേട്ടോ. പപ്പ പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട്, ഒരു അലമാരി പോലെ. അതിനകത്ത് വെക്കാനൊക്കെ കുറേ തട്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഒരു വാഷ് ബേസ്, മിററും ഉണ്ട്. പിന്നെ ടി വി ഒക്കെ കാണാൻ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ടി വിയും പിന്നെ ഒരു ടേബിളും. പിന്നെ ഇതാണ് പപ്പയുടെ കാലിൽ നിന്ന് സർജറി ചെയ്ത് എടുത്ത കമ്പി. അതിൻ്റെ 4 എണ്ണം സ്ക്രൂ അതെടുത്തു. നമുക്ക് പപ്പ അടുത്ത് ചെല്ലാം. അപ്പം പപ്പയുടെ ഒരാഴ്ചത്തെ ഇവിടുത്തെ വിശേഷം. കഴിഞ്ഞ മാസം വന്നിട്ട് കൈക്കും സർജറി ചെയ്ത് നമ്മൾ കമ്പി എടുത്തായിരുന്നു. അന്ന് പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. ഇന്നാണ് കേട്ടോ ഇതെൻ്റെ കാലിൻ്റെ സർജറി ചെയ്തേക്കുന്നത്. പപ്പ പറ, എങ്ങനെയുണ്ട് കാല്? സുഖമായിട്ട് വരുന്നോ? ഇപ്പം നടക്കാനൊക്കെ നടക്കണം. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വാക്കർ കൊണ്ടുവന്നാണ്. സർജറിക്ക് മുന്നേ അമ്മയും ചേച്ചിയൊക്കെ ആയിട്ട് വന്നപ്പം അമ്മ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അമ്മയായിട്ട് ഞാനിപ്പം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങും. പപ്പ നേരെ CRPF ക്യാമ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പപ്പ പിന്നെ റെസ്റ്റിന് വരും. അപ്പം അത്ര ഉള്ളല്ലോ, പോവല്ലേ? അപ്പ ചാറ്റ പറ. ഭാര്യ ഭർത്താവിനെ യാത്ര പറയാനായിട്ട് ഓടിപ്പോയി അടുത്തിരിപ്പുണ്ട്. അതുവരെ വഴക്കായിരുന്നു, ഇപ്പം അതെ സ്നേഹമായി. ഇപ്പം ഭാര്യക്ക് സങ്കടം. പപ്പ കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. അപ്പം ബസ്സിന് പോകുന്നതുകൊണ്ട് നേരത്തെ 4:30 അപ്പോൾ പോയാലേ ഉള്ളൂ ഒരു 9 മണി 10 മണിക്ക് മുന്നേ എത്തത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഭാര്യ കരയമ്മേ കര പറഞ്ഞിട്ട് പോയേക്കാം. പറ. അയ്യോ, ഒരാഴ്ച അല്ലേ? ഒരാഴ്ചത്തെ എൻ്റെ പപ്പാൻ്റെ അമ്മ നോക്കിയതിന് താങ്ക്സ്. അതെ, അമ്മയ്ക്ക് തന്നെ. അതെ, ആയോ ആ കാര്യമില്ല. അപ്പം നമ്മൾ പോവാണ് ഗൈസ്, ഞാനും അമ്മയും പോവാണ്. പപ്പ 7 മണി കഴിഞ്ഞ് പപ്പ പോകത്തുള്ളൂ. ടാറ്റാ ബൈ, സീ യു. ഇപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ലിഫ്റ്റ് കിട്ടി കേട്ടോ. നമ്മൾ പോവാണ്, ഞാനും അമ്മയും ഉണ്ട്. പപ്പയ്ക്ക് സങ്കടം, എനിക്കും സങ്കടമായി കേട്ടോ. പപ്പ ഒരാഴ്ച കഴിഞ്ഞ് പപ്പ ലീവിന് വരും വീട്ടിൽ. നമ്മളപ്പം കാറൊക്കെ ആയിട്ടായിരുന്നു. ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് വരുന്നത്. ഞാൻ വന്നപ്പോൾ ഇതൊന്നും എടുത്തില്ല, പോകാൻ നേരം ആയപ്പോഴാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. ഇതാണ് കേട്ടോ എൻട്രൻസ്. റിസപ്ഷൻ ഇവിടെയാണ്. നമ്മൾ റിസപ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോ ഒക്കെ വരും. അതിലാണ് കേട്ടോ നമ്മൾ കയറിയത്. പിന്നെ അങ്ങോട്ട് 50 രൂപയാണ്.
ഇപ്പോൾ ഏകദേശം 5 മണി ആകാറായി. ഇനി എപ്പോഴാണ് ബസ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. തിരക്കാണെങ്കിൽ അയ്യോ ഭയങ്കര പാടായിരിക്കും. നോക്കി നിൽക്കുവാണ് കേട്ടോ കോട്ടയത്തോട്ടുള്ള ബസ് നോക്കി നിൽക്കുവാണ് കേട്ടോ. ഇതുവരെ ബസ് കിട്ടിയില്ല. വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കയറിയപ്പോൾ അമ്മയ്ക്ക് മാത്രമാണ് കേട്ടോ സീറ്റ് കിട്ടിയത്. ഞാൻ നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടിയപ്പോൾ അമ്മയും വന്ന് അടുത്തിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്നിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോപ്പ് ഏതാണെന്നറിയില്ല, പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇത് സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ചില സ്റ്റോപ്പിൽ നിർത്തുന്നുള്ളൂ. അതായത് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞു മന്ദിരത്തിൽ ഇറക്കത്തില്ല, ചിങ്ങവനത്തിൽ ഇറക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. നമ്മളിനി ഇറങ്ങുന്നത് ചിങ്ങവനത്ത് സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ അപ്പുവോ ഉണ്ണിച്ചേട്ടൻ ആരെങ്കിലും വരും നമ്മളെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും വിളിക്കുന്നുണ്ട്, പിന്നെ പപ്പയും വിളിക്കുന്നുണ്ട് നമ്മൾ എത്തിയോന്ന് അറിയാനായിട്ട്. അങ്ങനെ വേണ്ട അച്ചാച്ചൻ വന്നു കേട്ടോ നമ്മളെ കൊണ്ടുപോകാൻ കാറിന്. വീട് എത്താറായി. ഹേ ഗായ്സ്, അപ്പോൾ അതേ വീട്ടിൽ വന്നു. സമയം ഇപ്പം എത്രയാണെന്ന് നോക്കട്ടെ. അയ്യോ 8:10 കേട്ടോ. അപ്പോൾ നമ്മൾ 5 മണിക്ക് ഒന്ന് ബസ് കയറി 8:00 ആയപ്പോൾ നമ്മൾ ചിങ്ങവനത്ത് വന്നു. പിന്നെ അച്ചാച്ചനാണ് കേട്ടോ വന്നത്. അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനാണ് കേട്ടോ വന്നത് കൊണ്ടുപോകാനായിട്ട് കാറിന്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഫ്രഷായി ഫുഡും കഴിച്ചിട്ട് ഉറങ്ങണം. അപ്പോൾ നാളെ ക്ലാസ്സിനും പോകണം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.